ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ടിപ്പോ ബ്യൂട്ടി ടിപ്സോ ഒന്നുമല്ല, മറിച്ച് നമ്മളൊക്കെ എല്ലാ ദിവസവും കേട്ടുണർന്ന് വരുന്ന കുറച്ച് വാർത്തകളുണ്ടല്ലോ. എന്ന് നോക്കിയാലും പത്രത്തിലായാലും ടി വിയിലായാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞറിയുന്ന കുറച്ച് കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞിട്ട് പല വീടുകളിൽ ഓരോ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവർക്ക് അത്രമാത്രം മടുത്തിട്ട് തിരിച്ചു വന്നാലും എന്താ പറയുക, ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഈ സൂയിസൈഡ് ചെയ്യുന്നൊരു കാര്യം, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആര് സൂയിസൈഡ് ചെയ്താലും നഷ്ടം നമുക്കാണ്. നമ്മൾ ബാക്കി വെച്ചിട്ട് പോകും നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും, നമ്മളെ സ്നേഹിക്കുന്ന സിബ്ലിങ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും മാത്രമാണ്. ഏറ്റവും നഷ്ടം നമ്മുടെ പേരൻസിനാണ്. നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി നമ്മളെ ഒരു കല്യാണം വരെ എത്തിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ എല്ലാവർക്കും എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത വീടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെറിയ രീതിയിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെ നേരിടേണ്ടത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, ധൈര്യം എന്നൊരു കാര്യം കൊണ്ടാണ്. നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കും, പുതിയ വീടാണ്, എന്ത് പ്രശ്നം വന്നാലും നമ്മളങ്ങ് സഹിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, നമുക്ക് തിരിച്ച് ചോദ്യം ചെയ്യാം. ആ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ വേണം. എല്ലാ പ്രശ്നവും തലയിൽ എടുത്തു വെച്ചിട്ട് ഈ ഭൂമിയുടെ ഭാരം എൻ്റെ തലയിലാണ് എന്ന് കരുതുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ തന്നെയാണ് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളെ അങ്ങേയറ്റം വേഴ്സ് സ്റ്റേജിൽ എത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈയും കാലിട്ട് അടിക്കുകയാണ്. അപ്പോൾ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. ഒന്നുകിൽ നമുക്ക് ആദ്യം തന്നെ തോന്നുമ്പോൾ ഇതിനോട് പ്രതികരിക്കുക, ഇല്ല എങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻസ് എടുക്കാം. അതിലേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു വീടുകുദാശ നടത്തുന്ന പോലെ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ ലീഗലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും അതിനകത്തൊരു ലീഗൽ ഒരു പവറുണ്ട്. അപ്പം നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. പക്ഷേ നമ്മൾ തോറ്റു പോകുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ നമ്മുടെ തലയിൽ കയറി കുച്ചിപ്പിടി കളിക്കാനേ എല്ലാവർക്കും സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കരയാൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു ഒറ്റ നോ മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. എല്ലാവരെയും പ്ലീസ് ചെയ്യാനോ എല്ലാവരെയും സന്തോഷിപ്പിക്കാനോ മറ്റുള്ളവരെല്ലാവരും നമ്മളെ അങ്ങ് സ്നേഹിച്ച് നടക്കും എന്ന് കരുതി ചെയ്യാനാണെങ്കിൽ അതങ്ങനെ ഒരു കാര്യമില്ല. നമ്മുടെ ശരികൾ തന്നെയാണ്. നമ്മളെ ഒരാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതും നമ്മളെ ഒരാൾ നിർബന്ധിച്ച് മറ്റു കാര്യങ്ങളിൽ നമ്മളെ മോശമായിട്ട് കളിയാക്കുന്നതും നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നത്, നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്, കുറ്റക്കാരി ആക്കുന്നത്, ഇതൊക്കെ നമ്മളോട് അനുവദിച്ച് കൊടുത്തിട്ടാണ്. ഒരിക്കലും അത് അനുവദിച്ച് കൊടുക്കരുത്. ഒരിക്കലും. ഒരാൾ നമ്മുടെ നേരെ ഒരടി മുന്നോട്ട് വെച്ചാൽ 2 അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ധൈര്യം നമുക്ക് വേണം. നമ്മൾ പേടിച്ച് പുറകോട്ട് മാറുമ്പോൾ അവർ ചിന്തിക്കും, ഇതൊരു കറിവേപ്പില പോലെ എടുത്ത് കളയാം, ഒരു കടലാസ് പോലെ ചുരുട്ടി അങ്ങോട്ട് എറിയാമെന്ന് വിചാരിക്കും. അതാവരുത് നമ്മൾ എടുക്കുന്ന തീരുമാനം.